ഗോൾ അടിച്ചു കൂട്ടുന്ന ബാഴ്സലോണ ഒരു വശത്ത്, ഗോൾ അടിക്കാനേ സമ്മതിക്കാത്ത അല്ലെങ്കിൽ ഭയങ്കര ഗോൾ കൺസീഡ് ചെയ്യുന്ന കാര്യത്തിൽ കുറവുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പുറത്തെ സൈഡിലും കളി ഉഷാറാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അല്ലേ. ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിട്ടുള്ള തോൽവിക്കുള്ള ഒരു ഉത്തരം പറച്ചിലാവില്ല ഇതെങ്കിലും അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാനായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് കളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സോ അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിലുള്ള മത്സരത്തെ പറ്റിയിട്ടാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ചാനൽ ഇഷ്ടമാണ്, സ്പോർട്സ് റിവ്യൂസും കാര്യങ്ങളും സംസാരങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം കൂടെ ഓർത്തേക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ആൻഡപ്പൻ സ്പോർട്സ് ക്ലബ്. എന്തായാലും ലാലിഗയിൽ തീവാർന്ന മത്സരം എന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരു മത്സരമാണ് അത്ലറ്റിക്കോ മാഡ്രിഡും അതുപോലെ തന്നെ ബാഴ്സലോണയും തമ്മിലുള്ള മത്സരം. എന്തുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് ഞാൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് കാത്ത് റയൽ മാഡ്രിഡ് ഇരിക്കുന്നുണ്ടെന്നുള്ളതൊരു ഒരു വശം തന്നെയാണ് അല്ലേ. എൻ്റെ കഴിഞ്ഞ വീഡിയോ റയൽ മാഡ്രിഡ് ആരാധകർ ഒരുപാട് രോക്ഷം കൊള്ളിച്ചു അല്ലെങ്കിൽ വിഷമിപ്പിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായത്. ആ കമൻറ്റ് സെക്ഷനിൽ കാണാനുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും അതുണ്ടാവും. ജയിച്ചാലും ചില സമയങ്ങളിൽ നമ്മുടെ ടീം നേരെ പെർഫോം ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്ന ഒരു അമർഷമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിന് ഞാൻ അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു രസമാണെന്നുള്ളതാണ് കേട്ടോ. പക്ഷെ എന്നാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായി വരുന്ന അത്ലറ്റിക്കോ മാഡ്രിഡും ചാമ്പ്യൻസ് ലീഗിൽ എങ്ങനെ അവരുടെ തേരോട്ടമുണ്ടോ അതുപോലെ തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ബാഴ്സലോണയും. എന്നാൽ ലാലിഗയിലേക്ക് വരുമ്പോൾ എൻ്റയർ ആയിട്ടും ഡിഫറൻ്റ് ആണ് കാര്യങ്ങൾ മുഴുവനും. അതിൽ ഒന്നാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പോയിന്റ്സ് തന്നെ നോക്കാം. ആ പോയിന്റ്സിൽ തന്നെ ബാഴ്സലോണയ്ക്ക് 57 പോയിന്റും ഇവർക്ക് 56 പോയിന്റുമാണെന്നുള്ളതാണ്. പൊസിഷൻ 2ഉം 3ഉം സ്ഥാനങ്ങളിലാണ് നിലവിൽ റയൽ മാഡ്രിഡ് ഇന്നലത്തെ മത്സരത്തോടെ 1ാം സ്ഥാനത്തേക്ക് കയറി എന്നുള്ളതാണ്. ഇനി ഈ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര മത്സരങ്ങൾ മത്സരിച്ചു എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 27 മത്സരങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ബാഴ്സലോണ 26 മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ 26 മത്സരങ്ങളിൽ നിന്നും 18 വിജയവും 5 തോൽവിയും 3 സമനിലയുമായിട്ടാണ് ഈ പറയുന്ന 57 പോയിന്റുമായിട്ട് ബാഴ്സലോണ നിൽക്കുന്നത്. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27 മത്സരങ്ങളിൽ നിന്ന് 16 വിജയം 3 തോൽവി 8 സമനിലയുമായിട്ടാണ് ഇരു ടീമുകളും. സോ അപ്പോൾ അവർക്ക് 56 പോയിന്റ്. അപ്പോൾ ഇതിൽ ആര് ജയിച്ചാലും എനിക്ക് തോന്നുന്നു അവർക്കൊരു പൊസിഷൻ ചേഞ്ച് കൺഫേം ആയിട്ടും ഉണ്ടാവും. ആൻഡ് അത് ബാഴ്സലോണ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മേളിലേക്ക് കയറി വരും എന്നുള്ളതാണ് അതിനകത്തുള്ള മറ്റൊരു കാര്യം. ഇനി ഈ ഒരു മത്സരം ഞാൻ ഇത്രമേൽ ചർച്ചയ്ക്ക് വെക്കാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരു ടീമുകളുടെയും ഒരു പ്ലേയിങ് സ്റ്റൈൽ. അതിന് നമുക്ക് ഗോൾസിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 71 ഗോളുകളാണ് ബാഴ്സലോണ സ്കോർ ചെയ്തിരിക്കുന്നത്. അതിൽ ഏകദേശം 25 ഗോള് കൺസീഡ് ചെയ്തിട്ടുമുണ്ടെന്നുള്ളതാണ്. ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 44 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അതിൽ 18 എണ്ണമേ അല്ലെങ്കിൽ അതിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 18 എണ്ണമേ വഴങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം നോക്കുമ്പോൾ ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ ബാഴ്സലോണയും ഗോൾ കൺസീഡ് ചെയ്യുന്ന കാര്യത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡും കുറച്ചധികം അടിപൊളിയായിട്ട് നിൽക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം കുറച്ചധികം കനക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ കഴിഞ്ഞ ദിവസത്തെ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായ എല്ലാത്തിനും ഒരു ഉത്തരം പറച്ചിലിനായിട്ട് കിട്ടുന്നത് ബാഴ്സലോണയാണെന്നുണ്ടെങ്കിലും അത് തോൽപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരം കൊടുക്കും എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ബാഴ്സലോണയും ഒട്ടും മോശമായി കളിക്കുമെന്ന് വിചാരിക്കുന്നില്ല. പേഴ്സണലി ബാഴ്സലോണ എൻ്റെ ടീമാണ്, എൻ്റെ ഫേവറേറ്റ് ടീമാണ്. സോ അതുകൊണ്ട് തന്നെ അവർ ജയിക്കണം എന്നാണ് പേഴ്സണലി എൻ്റെ ആഗ്രഹവും. പക്ഷെ എന്നാലും ടൈറ്റ് ആയിരിക്കും മത്സരം. പിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ മത്സരങ്ങളിൽ എങ്ങനെ ആ കളി പോകുന്നു എന്നുള്ളത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. സോ കണ്ടു തന്നെ അറിയാം എങ്ങനെയായിരിക്കും മത്സരം ഉണ്ടാവുന്നത്. എൻ്റെ പ്രഡിക്ഷൻ എന്താണെന്ന് എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഴ്സലോണ 2-0 അല്ലെങ്കിൽ 2 ഗോളിൻ്റെ ഡിഫറൻസിനെങ്കിലും ജയിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന് പറയുന്നത് ഡിഫെൻസീവ് പരമായിട്ടാണെന്നുണ്ടെങ്കിലും കൺസീഡ് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര പിശുക്കുള്ള ടീമാണ്. അങ്ങനെ ആരെയും ഗോൾ അടിക്കാൻ അനുവദിക്കുന്ന ഒരു ടീമല്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ കളി കുറച്ച് കനക്കും. സോ എങ്ങനെ ആ ബാഴ്സലോണ അതിനെ കളിക്കും അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് എങ്ങനെ ബാഴ്സലോണയുടെ ഡിഫൻസിനെ വേദിച്ചുകൊണ്ട് ഗോളുകൾ സ്കോർ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാനൊരു രസം തന്നെ ആയിരിക്കും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ 1ാം സ്ഥാനം കീപ്പ് ചെയ്യേണ്ട ഒരു മത്സരമായതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും എന്ത് സംഭവിക്കുന്നു എന്നറിയാനായിട്ട് റയൽ മാഡ്രിഡ് ഫാൻസും ഇരിക്കും എന്നുള്ളൊരു കാര്യം ഇതിനകത്തുണ്ട്. സോ നമുക്ക് തന്നെ കാത്ത് തന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കാത്ത് തന്നെ ഇരിക്കുക അല്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ പ്രഡിക്ഷൻ ഇതാണ്. നിങ്ങൾ ആര് ജയിക്കും എന്നാണ് തോന്നുന്നത് എന്നുള്ളതും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡപ്പൻ സ്പോർട്സ് ക്ലബിൻ്റെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്.